മെയിൻ ടോപ്പിക് ഫീറ്റൽ ഹേർട്ട് ബീറ്റിനെ പറ്റിയാണ്. നമ്മുടെ പ്രഗ്നൻസിയിലുള്ള കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് എത്ര വീക്ക് ആകുമ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത്? കുഞ്ഞിന്റെ നോർമൽ ഹേർട്ട് ബീറ്റ് എത്രയാകണം? കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് നോക്കി കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയുമോ? ഇതിന്റെ പുറകിലുള്ള സയന്റിഫിക് എവിഡൻസ് എന്തൊക്കെയാണ്? പിന്നെ കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് ഒരു സ്പെസിഫിക് വീക്ക് ആയിട്ടും വന്നിട്ടില്ല എങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാകാം? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ ഫീറ്റൽ ഹേർട്ട് ബീറ്റ് അൾട്രാസൗണ്ടിൽ കാണാതാകുമ്പോൾ ആ പ്രഗ്നൻസി ഫെയിൽഡ് ആകാനും മിസ്ഡ് അബോർഷൻ ആകാനും സാധ്യതയുണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും പിന്നെ ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ അൾട്രാസൗണ്ടിൽ ഹേർട്ട് ബീറ്റ് കാണാഞ്ഞപ്പം ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത് പിന്നീട് സോണോഗ്രഫി എടുത്ത് നോക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തു. അപ്പോൾ ആ 2 ആഴ്ച ഫീറ്റൽ ഹേർട്ട് ബീറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഡൗട്ടിന്റെ ആൻസറും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കും. അപ്പോൾ വേഗം വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് യൂറിനിലായാലും ബ്ലഡിലായാലും ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഏർലി സോണോഗ്രഫി ചെയ്യിച്ചു നോക്കാറുണ്ട്. നമ്മുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം 4 വീക്ക് പ്രഗ്നൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പുറകിലത്തെ സയൻറ്റിഫിക് തിങ്സ് എല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം 5 വീക്സ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഹേർട്ട് ഫോം ആകും. ലേറ്റ് 5 വീക്സ് തൊട്ട് ഏർലി 6 വീക്സ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് വന്നു കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് സോണോഗ്രഫിയിൽ കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ഈ ഒരു ഹേർട്ട് ബീറ്റ് നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കാൻ പറ്റില്ല, അൾട്രാസൗണ്ടിൽ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഏർലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസിയുടെ 5th വീക്കിൽ കുഞ്ഞിന്റെ ഹേർട്ട് ഫോമായി 6th വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫീറ്റൽ ഹേർട്ട് ബീറ്റ് സ്റ്റാർട്ട് ആകും. ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ടിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 7th വീക്ക് ഒക്കെ ആകുമ്പോൾ ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ടിലും ഫീറ്റൽ ഹേർട്ട് ബീറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അഡ്വാൻസ്ഡ് അൾട്രാസൗണ്ട് മെഷീൻ ടെക്നോളജി വെച്ച് ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ടിൽ മോസ്റ്റ്ലി 6 വീക്കിലൊക്കെ ഹേർട്ട് ബീറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഏർലി അൾട്രാസൗണ്ടിൽ ഇൻട്രാ യൂട്രൈൻ പ്രഗ്നൻസി ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ജസ്റ്റേഷണൽ സാക്ക്, ഫീറ്റൽ പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ ഫീറ്റൽ ഹേർട്ട് ബീറ്റ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്യും. ഇനിയും നമുക്ക് നോർമൽ ഫീറ്റൽ ഹേർട്ട് ബീറ്റ് എത്രയാകണം എന്ന് നോക്കാം. ഏർലി പ്രഗ്നൻസി, അതായത് 6 വീക്സ് ടു 9 വീക്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഹേർട്ട് ബീറ്റ് ഓൺ ആൻ ആവറേജ് 90 തൊട്ട് 110 to 120യുടെ ഇടയ്ക്കാകണം. 9 വീക്സ് തൊട്ട് 12 വീക്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഹേർട്ട് ബീറ്റ് ഓൺ ആൻ ആവറേജ് 140 തൊട്ട് 170യുടെ ഇടയ്ക്കാകണം. 12 വീക്സ് ഒക്കെ കഴിഞ്ഞ് ഹേർട്ട് ബീറ്റ് ഓൺ ആൻ ആവറേജ് 120 തൊട്ട് 160യുടെ ഒക്കെ ഇടയ്ക്കാകണം. ഇപ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് തന്നെ കൃത്യമായിട്ട് ആകണം, അല്ലെങ്കിൽ അബ്നോർമൽ ആണ്. അങ്ങനെയല്ല, ഏർലി പ്രഗ്നൻസിയിൽ ഫീറ്റൽ തെക്കിക്കാർഡിയ അത്ര പ്രോബ്ലം അല്ല. ഫീറ്റൽ ബ്രഡികാർഡിയ, അതായത് 7 വീക്സ് 8 വീക്സ് ഒക്കെ ആകുമ്പോഴും 90 ബീറ്റ്സ് പെർ മിനിറ്റിൽ കുറവാണെങ്കിൽ അപ്പോൾ ബേബിയുടെ പുവർ പ്രോഗ്നോസിസ് ആണെന്ന് പറയാം. അപ്പോഴും 100% പറയാൻ പറ്റില്ല. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ സോണോഗ്രഫി ചെയ്ത് നോക്കും. 2 വീക്സ് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഗ്രോത്ത് കറക്റ്റ് ആണ്, ഹേർട്ട് ബീറ്റ് കറക്റ്റ് ആണെങ്കിൽ കുഞ്ഞ് ഹെൽത്തി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനിയും അടുത്ത കാര്യം, കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് വെച്ച് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് നമുക്ക് നോക്കാം. ഒരിക്കലും കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് വെച്ച് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 9 വീക്സിൻ്റെ ഒക്കെ പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് 90 തൊട്ട് 120യുടെ ഒക്കെ ഇടയ്ക്കായിരിക്കും, കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇനിയും 12 വീക്സ് ഒക്കെ ഉള്ള പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് 120 തൊട്ട് 160യുടെ ഇടയ്ക്കായിരിക്കും, കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും.
ഒരു പ്രാവശ്യം നിങ്ങൾ അൾട്രാസൗണ്ടിൽ നോക്കിയപ്പോൾ കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് 140 വന്നെങ്കിൽ നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് മാറി 160 ആയിട്ടുണ്ടാകും. അത് നോർമലാണ്. കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഗൈഡ് ലൈൻ വെച്ചാണ് നമ്മൾ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയും നമുക്ക് പ്രഗ്നൻസിയുടെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രഗ്നൻസിയുടെ ടൈം ലൈൻ നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് പ്രഗ്നൻസിയിൽ 4 വീക്സിൽ ജസ്റ്റേഷണൽ സാക്ക് കാണാൻ സാധിക്കും. ജസ്റ്റേഷണൽ സാക്ക് ഏകദേശം 3 to 5 mm ആയിരിക്കും. അപ്പോൾ പീരീഡ്സ് മിസ് ആകുമ്പോൾ, അതായത് 4 വീക്സ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റേഷണൽ സാക്ക് കാണാൻ സാധിക്കും. ഇനിയും IVF-ലാണെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ 1 ആഴ്ചയ്ക്ക് ശേഷം ജസ്റ്റേഷണൽ സാക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് യോഗ് സാക്ക് കാണാൻ പറ്റും. യോഗ് സാക്ക് ജസ്റ്റേഷണൽ സാക്കിന്റെ അകത്ത് സർക്കുലർ സ്ട്രക്ചർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലും കേസസിൽ 5 to 6 വീക്സ് ഒക്കെ ആകുമ്പോൾ യോഗ് സാക്ക് വന്നിട്ടുണ്ടാകും. അതിനുശേഷം എംബ്രിയോ കാണാൻ സാധിക്കും. അതും 5 to 6 വീക്സ് ഒക്കെ ആകുമ്പോൾ കാണാൻ സാധിക്കും. എംബ്രിയോ 5 mm ഒക്കെ ആകുമ്പോൾ ഹേർട്ട് ബീറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ചില കേസസിൽ എംബ്രിയോ, ജസ്റ്റേഷണൽ സാക്ക്, യോഗ് സാക്ക് മൂന്നും കാണാൻ പറ്റും. എംബ്രിയോയുടെ സൈസ് 7 mm കൂടുതൽ ആയിരിക്കും. അപ്പോഴും ഹേർട്ട് ബീറ്റ് ഇല്ല എങ്കിൽ അപ്പോൾ പ്രഗ്നൻസി അബ്നോർമൽ ആകാൻ സാധ്യതയുണ്ട്. ഇനിയും യോഗ് സാക്കും ജസ്റ്റേഷണൽ സാക്കും ഉണ്ട്, എംബ്രിയോയും കാർഡിയാക് ആക്ടിവിറ്റി രണ്ടും ഇല്ല എങ്കിൽ അപ്പോൾ ഒരു കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സോനോഗ്രഫി ചെയ്തു നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. കൂടുതലും കേസസിൽ അപ്പോഴേക്കും കാർഡിയാക് ആക്ടിവിറ്റി വന്നിട്ടുണ്ടാകും. ഇനിയും ചില കണ്ടീഷൻസിൽ സോനോഗ്രഫിയിൽ ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ ആ ഒരു പ്രഗ്നൻസി ഫെയിൽഡ് ആകാനും അബോർഷൻ ആകാനും ചാൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഒരു പക്ഷേ ജസ്റ്റേഷണൽ സാക്ക് 25 mm ആയി, പക്ഷേ എംബ്രിയോ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു പ്രഗ്നൻസി അബ്നോർമൽ ആണ്. നെക്സ്റ്റ്, എംബ്രിയോയുടെ സൈസ് 7 mm ആയി എന്നിട്ട് ഹേർട്ട് ബീറ്റ് ഇല്ല എങ്കിൽ ആ ഒരു പ്രഗ്നൻസി അബ്നോർമൽ ആണ്. നെക്സ്റ്റ് ആണ് യോഗ് സാക്ക് ഒരുപാട് വലുതാണ്, അല്ലെങ്കിൽ യോഗ് സാക്കിൽ കാൽഷ്യം ഡിപ്പോസിഷൻ ഉണ്ട്, അപ്പോഴും പ്രഗ്നൻസി അബ്നോർമൽ ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് ജസ്റ്റേഷണൽ സാക്ക് ഇറഗുലർ ആണ്, അപ്പോഴും പ്രഗ്നൻസി അബ്നോർമൽ ആകാനും മിസ്ഡ് അബോർഷൻ ആകാനും സാധ്യതയുണ്ട്. ഇനിയും എംബ്രിയോണിക് ബ്രെഡികാർഡിയെ പറ്റി പറയാം. അത് നമുക്കൊരു ഡൗട്ടായിട്ട് വന്നതാണ്. അതായത് കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ മുന്നോട്ട് പോയിട്ട് പ്രഗ്നൻസി മിസ്കാരേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ഒരു സോനോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൺക്ലൂഷൻസും എടുത്ത് പാനിക് ആകേണ്ട ആവശ്യമില്ല. വീണ്ടും ഒന്നുകൂടെ സോനോഗ്രഫി ചെയ്ത് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇനിയും നമുക്ക് ഫീറ്റൽ ഹേർട്ട് ബീറ്റ് വരാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ ആണ് ഇറഗുലർ പീരീഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ, ഓവുലേഷൻ ഒക്കെ എപ്പോഴാണ് നടന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രഗ്നൻസിയുടെ വീക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിലേഡ് കൺസെപ്ഷൻ. അതായത് പ്രഗ്നൻസി നോർമൽ ആണ്, പക്ഷേ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അൾട്രാസൗണ്ടിൽ ഫീറ്റൽ ഹേർട്ട് ബീറ്റ് കണ്ടില്ല എങ്കിൽ ഒരു 10 തൊട്ട് 15 ദിവസത്തിന് ശേഷം വീണ്ടും സോനോഗ്രഫി ചെയ്തു നോക്കേണ്ടതായിട്ട് വരും. ഈ ഒരു 10 തൊട്ട് 15 ദിവസം നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനിയും 10 തൊട്ട് 15 ദിവസം കഴിഞ്ഞിട്ടും ഫീറ്റൽ ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ അത് ജനറ്റിക് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ ടാബ്ലറ്റ് കൊണ്ടോ ഡിയാൻസി ചെയ്തോ ആ പ്രഗ്നൻസി അബോർട്ട് ചെയ്യും. അബോർഷൻ റിലേറ്റഡ് വീഡിയോയും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ പ്രോബ്ലം ഇല്ല. പക്ഷേ 2-ൽ കൂടുതൽ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആകുവാണെങ്കിൽ നോ ഡൗട്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ആക്ച്വലി നിങ്ങളുടെ ജീൻസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനിയും നിങ്ങൾ ആദ്യത്തെ സോനോഗ്രഫി ചെയ്യുമ്പോൾ ഫീറ്റൽ ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സോനോഗ്രഫി ചെയ്തു നോക്കണം. അപ്പോൾ ആ 2 ആഴ്ച വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് പാലിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ടൈം ഒരുപാട് കപ്പിൾസിനെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ആണ്. ഇനിയും ഈ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് കണ്ടിന്യൂ ആക്കാൻ പറ്റുമോ ഇല്ലയോ, അബോർഷൻ ആകുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് കാണും. ഈ ഒരു ടൈം മെയിൻലി ആദ്യമായിട്ട് നിങ്ങൾ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് എടുക്കണം. അത് അത്യാവശ്യമാണ്. കാരണം ഹോർമോൺസിന്റെ പ്രോബ്ലം കൊണ്ട് പ്രഗ്നൻസി ഫെയിൽഡ് ആകാതിരിക്കാനാണ് ഇങ്ങനെ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് തരുന്നത്. അത് ടാബ്ലറ്റ് ഫോമിലോ ഇൻജെക്റ്റബിൾ ഫോമിലോ ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ മൾട്ടി വൈറ്റമിൻസ്, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ആണ് നിങ്ങൾ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം.
ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ്, മൈദ അടങ്ങിയ ഫുഡ് ഒക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാകും. അപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ആകാൻ പ്രോബ്ലം ഉണ്ടാകും. നെക്സ്റ്റ് ആണ് നിങ്ങൾ പ്രോപ്പർലി റെസ്റ്റ് ചെയ്യണം. ബെഡ് റെസ്റ്റ് അല്ല, പക്ഷേ നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുമൂലം നിങ്ങളുടെ ലൈഫിലുള്ള സ്ട്രെസ് എല്ലാം തന്നെ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ ഒരു കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തായാലും ഒരു 2 ആഴ്ച പോസിറ്റിവിറ്റിയോടെ തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിലേഡ് കൺസെപ്ഷന്റെ കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ എന്തായാലും കാർഡിയാക് ആക്ടിവിറ്റി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്ന